മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയുടെ വളകാപ്പ് ചടങ്ങിലേക്ക് പങ്കെടുക്കാനായിട്ട് എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടിയിട്ടും സന്തോഷത്തോട് കൂടിയിട്ടും ഒത്തുകൂടുന്നുണ്ട്. കരുണയും ഉണ്ണിയും ദുർഗയും വാമദേവനൊക്കെ ഒഴിച്ചും. എന്തായാലും മഹിയെ റെഡിയാക്കി താഴേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ കണ്ണനാണെങ്കിൽ അവളെ ഒന്ന് അടിപിടി നോക്കുന്നുണ്ട്. താൻ ഒരിക്കലും സ്വപ്നം കാണാത്തൊരു ജീവിതമായിരുന്നു ഇതെന്നും അതുപോലെ തന്നെ തനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നൊക്കെ തന്നെ കണ്ണൻ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവനാണെങ്കിൽ മഹാലക്ഷ്മിയെ അടുത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നു. ഇത് കണ്ട് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ടെങ്കിലും കരുണയാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഉണ്ണിയെ നോക്കുകയാണ്. ഒരു കഴിവുമില്ലാത്തവൻ എന്നുള്ള രീതിക്ക് തന്നെയാണ് ആ നോട്ടത്തിന്റെ അർത്ഥം. അങ്ങനെ മഹിയെ എല്ലാവരും ചേർന്ന് ആ ഒരു കസാരയിൽ കൊണ്ടിരുത്തുന്നുണ്ട്. ഇനി നമുക്ക് ചടങ്ങുകളൊക്കെ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വളകാപ്പിനുള്ള ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ്. ഓരോരുത്തരായിട്ട് മഹിക്ക് മഞ്ഞളും അതുപോലെ കയ്യിൽ വളകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴും ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പാട്ടും ഡാൻസും ഒക്കെ നടത്തുമ്പോഴൊക്കെ തന്നെ മഹിയുടെ മനസ്സിലാണെങ്കിൽ വല്ലാത്തൊരു ആശങ്കയും വിഷമവും ഒക്കെ തന്നെയാണ്. ഇത് ശ്രദ്ധിക്കുന്ന നമ്മുടെ ലേഖയാണെങ്കിൽ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, മഹിക്ക് ഇപ്പോഴും മുഖത്തൊരു തെളിച്ചം വന്നിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും അനന്തുവേട്ട? അവള് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല മഹി എപ്പോഴും ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരുന്ന അത് കണ്ണേട്ടന് സംശയം കൂടുതൽ ഉണ്ടാക്കുകയോ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, നീ ഒന്നും വിഷമിക്കാതിരിക്കെ, ടെൻഷൻ ആവേണ്ട, നമുക്ക് നോക്കാം, മഹാലക്ഷ്മിയുടെ മൂഡ് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ അവരാണെങ്കിൽ പാട്ടൊക്കെ വെച്ച് മഹിയെ ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട് വിളിക്കുന്നു. ഇതൊന്നും കണ്ടു നിൽക്കാനാവാതെ കരുണയാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് അസൂയോടു കൂടിയിട്ടും മഹാലക്ഷ്മിയെ നോക്കുകയാണ്. എന്തായാലും വാമദേവനും ഒരു ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിടയിലാണ് നമ്മുടെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശി പോലും അറിയാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി കാർ എടുത്ത് പോകുന്നത്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ എടാ പ്രതാപ എന്ന് വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ എങ്ങും കാണുന്നില്ല. മുത്തശ്ശി അവിടെ എല്ലാവിടെയും അന്വേഷിക്കുന്നുണ്ടെങ്കിലും അയാളെ കാണാതെയാകുമ്പോൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാറും കാണുന്നില്ല. മുത്തശ്ശിക്ക് ഉറപ്പാകുന്നുണ്ട് അയാൾ പോയിരിക്കുന്നത് കമലേശ്വരത്തിലേക്ക് തന്നെയാണെന്ന്. എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടവരെ അറിയിച്ചില്ലെങ്കിൽ ഇത് കൈവിട്ടു പോകുന്ന കേസാണെന്നും അതുകൊണ്ട് മുത്തശ്ശി വേഗം തന്നെ ഫോൺ എടുത്ത് വാമദേവനെ വിളിക്കുകയാണ്. വാമനാണെങ്കിൽ ആഘോഷങ്ങൾക്കിടയിൽ പെട്ടിരിക്കുകയാണല്ലോ. എന്തായാലും അയാളാണെങ്കിൽ പുറത്തേക്ക് പോയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനാ നിങ്ങൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, എടാ വാമ, എല്ലാം കൈവിട്ടു പോകാൻ പോവുകയാണ്. ആ പ്രതാപനുണ്ടല്ലോ, അവൻ എന്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. കാർ എടുത്ത് അവിടേക്കായിരിക്കും നേരെ വരുന്നുണ്ടാവുക. ഉറപ്പാണ് അത്, അതിൽ യാതൊരു സംശയവുമില്ല. അവനിപ്പോ എത്താനായിട്ടുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ നിങ്ങൾ എന്തീ പറയുന്നത്, ഇവിടെ എല്ലാവരും ഉണ്ട്, കണ്ണനും അനന്തവും എല്ലാവരും, എല്ലാം കോളാവുമല്ലോ. അങ്ങനെ മുത്തശ്ശി ഫോൺ വെക്കുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ പ്രതാപനാണെങ്കിൽ എത്തുകയാണ്. വാമദേവനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. അങ്ങനെ വാമ, നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പ്രതാപൻ ഇറങ്ങി വരുന്നത്. ഞാനേ കണ്ണനെ കാണാനായിട്ട് വന്നതാ. എനിക്ക് കണ്ണനെ ഒന്ന് കണ്ട് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട്. അതിൽ നീയും പെടും, നിന്റെയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ പൊന്നു പ്രതാപ, നീ തിരിച്ചു പോകാൻ നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനെ ആ കാറിൽ കയറ്റി അയക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ വാമദേവൻ. പക്ഷെ പ്രതാപനാണെങ്കിൽ ബഹളം വെക്കുകയാണ്. കണ്ണാ മോനെ, ഇറങ്ങി വാടാ, ഇതാ എന്നെ കൊണ്ടുപോകുന്നു, എന്നെ കൊണ്ടുപോകല്ലേ, പറ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ആ ബഹളം കേട്ട് നിൽക്കുന്നിടത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. കരുണയടക്കം മഹിയും എല്ലാവരും ഷോക്കാവുന്നുണ്ട്. അങ്ങനെ വാമദേവനോട് കണ്ണനാണെങ്കിൽ അയാളുടെ പിടിവിടാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും പ്രതാപൻ അകത്തേക്ക് കയറിയിട്ട്, കണ്ണ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ വാമദേവനാണെങ്കിൽ വാ പൊത്തിപ്പിടിക്കുകയാണ്. മോനെ, ഇത് വെറും വായി തോന്നിയത് വിളിച്ചു പറയുന്നതാണ്, അല്ലാതെ മോനോട് ഒരു കാര്യങ്ങളും പറയാനില്ലെന്നൊക്കെ പറയുമ്പോൾ, അമ്മാവൻ ആളെ വിട്, കുറെ ദിവസമായി ഇയാളെ ഞാനും കാണണമെന്ന് കരുതിയിരിക്കുന്നു, എന്നോട് ഫോൺ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറയുന്നു. എല്ലാവരും ചേർന്ന് അയാളെ തടയുന്നു. എന്താ ഇവിടെ നടക്കുന്നത്, അയാളുടെ വായ വിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനെ ഒന്ന് വിട്ടു മാറി നിൽക്കാനായിട്ട് പറയുകയാണ് വാമദേവനോട് കണ്ണൻ. എന്തായാലും മഹിയൊക്കെ ആകെ ഷോക്ക് അടിച്ചതുപോലെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. കരുണയാണെങ്കിൽ അച്ഛ ഇവിടെ നിൽക്കണ്ട, പോയെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും ഇറക്കി വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും അയാളെ തൊട്ടുപോകരുതെന്ന് കണ്ണനാണെങ്കിൽ പറയുന്നു. ആനന്ദുവിനും ലേഖയ്ക്കും സത്യങ്ങൾ അറിയുന്നതുകൊണ്ട് തന്നെ അവരും പ്രതിയാകാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അവർക്കും നല്ല പേടിയുണ്ട്. അങ്ങനെ, കണ്ണ മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അച്ഛനുണ്ടല്ലോ, നിന്റെ അച്ഛനെ ഞാനാടാ ലോറി ഇടിച്ചു കൊന്നത്. ഇത് കേൾക്കുമ്പോൾ കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. എന്താ താൻ പറഞ്ഞത്? അതെ മോനെ, ഞാനാ ലോറി ഇടിച്ചു കൊന്നത്. ദേ ഈ നിൽക്കുന്ന വാമദേവൻ പറഞ്ഞിട്ട്. അതുകൂടിയാകുമ്പോൾ എല്ലാം
കണ്ണനാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. മഹാലക്ഷ്മിയും കരുണയും എല്ലാവരും ഒരേപോലെ ഷോക്കാവുകയാണ്. ദുർഗയും ഉണ്ണിയും മഞ്ജുവും എല്ലാവരും ആ ഒരു വാർത്ത കേട്ട് ഞെട്ടലിൽ തന്നെയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കേട്ടിരിക്കുന്നത്. അങ്ങനെ താൻ എന്താടോ ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കണ്ണനാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നു. ഉണ്ണിക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഈ നിൽക്കുന്ന മഹാലക്ഷ്മി എല്ലാത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഹിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പ്രതാപൻ ആ ഒരു സത്യം കൂടി വിളിച്ചു പറയുന്നു. മഹി അത്രയും ദിവസം പേടിച്ചിരുന്ന ആ സത്യം പുറത്തു വന്നിരിക്കുകയാണ്. മഹാലക്ഷ്മിയെ വളരെ ദയനീയ ഭാവത്തോടു കൂടിയിട്ട് കണ്ണനാണെങ്കിൽ നോക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ബന്ധത്തിൽ വലിയൊരു വിള്ളൽ തന്നെയാണ് വരാനായിട്ട് പോകുന്നത്, പ്രതാപന്റെ ഈ ഒരു മിന്നലായിട്ടുള്ള പ്രത്യക്ഷപ്പെടലോട് കൂടിയിട്ട്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.